മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ മലയാളികളായ പ്രവാസികളും പ്രതീക്ഷയിലാണ്. മലയാളികളായ പ്രവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യം ഇക്കുറിയെങ്കിലും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പരിഗണിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനോട് ചേർന്ന് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നത് കേരളത്തിൻ്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഇക്കുറിയെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്രം അനുകൂല നിലപാടെടുക്കും എന്നാണ് പ്രവാസ സമൂഹം കരുതുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷം ജില്ലകളിലെ ആളുകൾക്കും ഏറ്റവും എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്ന വിമാനത്താവളം എന്നതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ പ്രവാസ സമൂഹത്തിനിടയിൽ പ്രസക്തമാക്കുന്നത്. നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുന്നവർക്ക് ട്രെയിനിൽ കയറാൻ ആലുവയിലോ അങ്കമാലിയിലോ പോകണം. വിമാനത്താവളത്തോട് ഏറ്റവും അടുത്തുള്ള 2 റെയിൽവേ സ്റ്റേഷനുകളാണ് ആലുവയും അങ്കമാലിയും. നെടുമ്പാശ്ശേരിയിൽ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്ററോളം ദൂരമുണ്ട്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്കാകട്ടെ 6.5 കിലോമീറ്ററും. എന്നാൽ ഏറെ രസകരമായ കാര്യം ഈ 2 സ്റ്റേഷനുകളിലും പല ട്രെയിനുകൾക്കും സ്റ്റോപ്പില്ല എന്നതാണ്. പല ട്രെയിനുകൾക്കും ഈ 2 സ്റ്റേഷനുകളിലും സ്റ്റോപ്പില്ലാത്തതിനാൽ പലപ്പോഴും മണിക്കൂറുകൾ യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നുണ്ട്. റോഡിലെ ഗതാഗതക്കുരുക്ക് കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതായി മാറുകയും ചെയ്യും. വിദേശത്തേക്ക് പോകുന്നവരും മടങ്ങിയെത്തുന്നവരുമായ പ്രവാസികൾ ഇതിനാൽ തന്നെ ടാക്സികളെ ആശ്രയിക്കേണ്ടി വരുന്നു. ട്രെയിൻ സൗകര്യമുണ്ടെങ്കിൽ തുച്ഛമായ പണത്തിന് യാത്ര ചെയ്യാമെന്നിരിക്കെയാണ് വൻ തുക നൽകി ടാക്സിയെ ആശ്രയിക്കേണ്ടി വരുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ഒരു റെയിൽവേ സ്റ്റേഷൻ വരികയാണെങ്കിൽ അത് പ്രവാസികൾക്കുൾപ്പെടെ നേട്ടം ഉണ്ടാകുന്ന കാര്യമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവർക്കും യാത്രയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനത്താവളം എന്ന നിലയിൽ ഈ ആവശ്യം നടത്തിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും താൽപ്പര്യമുണ്ട് എന്നതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന ആവശ്യത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കേണ്ടി വരുമെന്നതാണ് റെയിൽവേക്കുണ്ടാകാവുന്ന പ്രതിസന്ധി. അതേസമയം തന്നെ റെയിൽവേയുടെ വരുമാനത്തിലും വർധനവും ഉണ്ടാകും. ഈ വിഷയത്തിൽ റെയിൽവേയുടെ നിലപാട് തന്നെയാണ് നിർണായകമാകുക. ഇതോടൊപ്പം തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് എന്ന ആവശ്യവും കേന്ദ്രത്തിന് മുന്നിലുണ്ട്. കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്കും ഒപ്പം ആയുർവേദ പരമ്പരാഗത ചികിത്സാ രംഗത്തിനും ഉൾപ്പെടെ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും.